ഹലോ, അപ്പോൾ 2 ദിവസമായിട്ട് ഇനി സ്കൂൾ തുറക്കുകയാണല്ലേ. അപ്പം നമുക്ക് സ്കൂളിൽ പോയിട്ട് ഷൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ബാക്ക് ടു സ്കൂൾ സർപ്രൈസ് ഉണ്ടാക്കാം കേട്ടോ. അതും ഫുൾ ഹാൻഡ് മെയ്ഡായിട്ട് ഞാൻ കൂടുതൽ കളർ പേപ്പേഴ്സോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാതെ കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ തീമായിട്ട് ഞാൻ എടുത്തിട്ടുള്ള സ്റ്റിക്കേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്റ്റിക്കർ ഉണ്ടാക്കിയെടുക്കുക. ജസ്റ്റ് ട്രേസ് ചെയ്ത് കളർ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഫസ്റ്റത്തെ പരിപാടി. അപ്പോൾ ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റംസ് ആദ്യം തന്നെ ക്യൂട്ടായിട്ടുള്ള ഒരു പെന്നാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു A4 ഷീറ്റ് എടുത്ത് അതിനകത്ത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡിസൈൻസ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കളർ തീമാണ് എടുത്തിട്ടുള്ളത്. ഒരു അക്വാ ഗ്രീൻ അങ്ങനെയൊക്കെ പറയാം, എന്തോ ഒരു കളർ ഞാനിങ്ങനെ മിക്സ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കളറാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിനകത്ത് 2 തീം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഫ്ലവറും പിന്നെ അതുപോലെ ഒരു ലൈനും. അപ്പോൾ ഒന്ന് പെന്ന് ഒന്ന് പെൻസിൽ എന്നുള്ള ഇതിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ രണ്ടും പാടെ ഒരു പേപ്പറിൽ ചെയ്യുന്നെന്നുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഇത് രണ്ടും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കൂടുതൽ ലെങ്ത്ത് വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ പുറകിൽ ഡബിൾ സൈഡ് ടേപ്പോ അല്ലെങ്കിൽ സാധാ ഗമ്മ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒട്ടിക്കാം. ഇത് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് എടുത്തു എന്നുള്ളൂ. എന്നിട്ട് പെൻസിൽ വെച്ച് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ മറ്റേ സൈഡും കൂടെ ഒട്ടി എടുത്തു. പിന്നെ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റിക്കറും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പെൻസിലിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ സെയിം മെത്തേഡ് തന്നെയാണ് പെന്നിലും ഉപയോഗിക്കുന്നത്. പെന്നും അതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് ക്യൂട്ടായി കിട്ടും. പിന്നെ നമുക്ക് ടോപ്പ് ഇടുമ്പം ചെറുതായിട്ടൊരു ടൈറ്റ് വരെയെങ്കിലും എന്നാലും ഇടാൻ പറ്റും. ഞാൻ പിന്നെ ടോപ്പ് വേറെ ചെയ്തെടുത്തിട്ടില്ല, അതേ ഒരു കളർ ഉള്ളത് കൊണ്ടാണ് ചെയ്തെടുക്കാറുള്ളത്. പിന്നെ അതിനകത്തും കൂടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനി നോട്ട്ബുക്ക്. അപ്പോൾ മിനി നോട്ട്ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ചട്ട ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ബർബോണിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ബോക്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് A4 വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ പുറകിലും സൈഡിലും എല്ലാം ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ സെൻറ്ററിൽ മാത്രം ഒട്ടിക്കണ്ട, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു എന്താ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ആ ചട്ടയൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ മുകളിലും ഒരു A4 ഷീറ്റും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ കയ്യിൽ പഴയതായിട്ടുള്ള കുറച്ച് നോട്ട്ബുക്സിൻ്റെ പേജ് ഉണ്ട്. അപ്പോൾ അതൊന്നെങ്കിൽ സ്റ്റാപ്ലർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുറേ പേജുകൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗം ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് അത് ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു നോട്ട്ബുക്കിൻ്റെ അകത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ നോട്ട്ബുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതേ സെയിം കളർ പെയിൻറ്റ് തന്നെ ഇട്ട് എടുത്തിട്ടുള്ളത്. കുറച്ച് ഗ്രിഡ് ലൈൻസ് ഒക്കെ വരച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു വാട്ടർ പെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് തിന്നായിട്ടുള്ളൊരു ലെയറും കൂടെ അതിനകത്ത് ഗ്രിഡ് ലൈനായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം നമ്മുടെ ബണ്ണിക്കുട്ടനെ അതിനകത്ത് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ആ സ്റ്റിക്കറും കൂടി ഒട്ടിക്കലതിനാൽ മിനി ബുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് സ്കെയിലാണ് കേട്ടോ. അതും ക്യൂട്ടായിട്ടുള്ളൊരു സ്കെയിൽ. നമ്മുടെ സാധാ സ്കെയിലിനകത്ത് ഡെക്കറേറ്റ് ചെയ്താലും മതി, പക്ഷേ ഞാനിവിടെ സ്കെയിൽ ഉണ്ടാക്കുക തന്നെയാണ്. അപ്പോൾ ഞാനൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഡബിൾ സൈഡ് അതിൻ്റെ ഒരു സൈഡിൽ ഒട്ടിച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ സെൻറ്ററിലൊന്ന് മടക്കി കൊടുക്കുക. പിന്നെ എൻ്റെ കയ്യിൽ ഗിൽറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പേപ്പർ പീസസാണ് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ 4 കോർണേഴ്സും നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഒരു പേപ്പർ എടുക്കുക. അതിൻ്റെ സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്യണമല്ലോ, നമ്മുടെ മെഷർമെൻറ്റ്സൊക്കെ കാണിക്കണമെന്ന ആ ഒരു ലൈൻസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യാൻ ഞാൻ സെൻറ്റിമീറ്റർ ബേസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സ്കെയിലും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഐറ്റം പൗച്ചാണ്. അപ്പോൾ ഞാനൊരു പേപ്പർ പൗച്ചാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പേപ്പർ എടുക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ ക്യാൻവാസ് പേപ്പർ അല്ലെങ്കിൽ ക്യാൻവാസ് ഷീറ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു ടൈപ്പ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. എന്നിട്ട് ഞാനിതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മെഷർമെൻറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ 4 കോർണേഴ്സിലും ഹോളിട്ട് കൊടുക്കുക. നമ്മുടെ ഈ പൗച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സിബല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്, ഒരു ത്രെഡാണ്. അപ്പോൾ ആ ത്രെഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾസാണ് എല്ലാ കോർണേഴ്സിലും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ത്രെഡ് ജസ്റ്റ് ഒന്ന് ഫസ്റ്റിലേ കെട്ടി കൊടുക്കണം. ആ കെട്ടി കൊടുക്കുന്നത് നമ്മൾ ഹോളിനേക്കാളും വലിയൊരു കെട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ എല്ലാ കോർണറിലുള്ള ഹോൾസിലൂടെയും ത്രെഡ് ഇട്ടിട്ട് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള പൗച്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ ആദ്യം തന്നെ മറന്നിട്ടുണ്ട്. ഇതിന് മുമ്പേ ഡെക്കറേറ്റ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സീലർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലവൊക്കെ ഒന്ന് സീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കീ ചെയിനാണ് പൗച്ചിന് വേണ്ടത്. അത് ഞാൻ ജസ്റ്റ് സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ആ ത്രെഡിനകത്ത് ഒന്ന് ഒട്ടിച്ചും കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ എല്ലാ ബാക്ക് ടു സ്കൂൾ സപ്ലൈസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇറേസറും അതുപോലെ തന്നെ ഷാർപ്പനറും ഞാൻ എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെനിക്കൊരു കളർ മാച്ചായി കിട്ടിയപ്പോൾ ഞാൻ അതും കൂടെ ഇതിനകത്ത് വെച്ച് കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.